ഹലോ, ഞാൻ ഇന്നേ 2-3 കണമ്പ് കിട്ടി. എനിക്ക് 1/2 കിലോ കൂടുതലുണ്ട് കേട്ടോ. ഞാനത് കറി ഉണ്ടാക്കി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് അതിനായിട്ട് ഞാൻ സവാള ഒരെണ്ണം എടുത്തു, ഒരു തക്കാളി എടുത്തു, ഒരു 3-4 ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചെടുത്തു. സവാളയൊക്കെ അരിഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ ഇത് മാത്രമേ ചതച്ചെടുത്തിട്ടുള്ളൂ. ഇഞ്ചി വെളുത്തുള്ളി മാത്രം ചതച്ചെടുത്തിട്ടുള്ളൂ, ചെറിയ ഉള്ളി. പിന്നെ ഞാൻ അതിനെടുത്തിരിക്കുന്നത് എന്താണ്, കാശ്മീരി മുളക് ഒരു 3 സ്പൂൺ, ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, ഒരിത്തിരി കുരുമുളക് പൊടി. അത് എരിവിന് ആവശ്യത്തിനുള്ളത് നമുക്ക് ഇടാം കേട്ടോ. ഞാൻ അത്രയും എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്താ പിന്നെ അടുത്ത പരിപാടി, ഉലുവ പൊട്ടിക്കണം. വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടിയതിന് ശേഷം നമുക്ക് ഈ സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കണം. എന്താ, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി, സവാള, ടൊമാറ്റോ, വേപ്പില, ഇതെല്ലാം ഇട്ട് നമ്മളൊന്ന് വഴന്ന് വന്നതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടത്, അത് വഴന്ന് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നു. പിന്നെ ആവശ്യമെങ്കിൽ നമുക്ക് പിന്നെ ഉപ്പിടണം കേട്ടോ. നോക്കിയിട്ട് പിന്നെ ഉപ്പിടണം. ഉപ്പ് കൂടി പോകണ്ട, കറിയുടെ മൊത്തം ടേസ്റ്റ് പോകും. അപ്പോൾ നമ്മൾ ഇതെല്ലാം വഴന്ന് വന്നതിന് ശേഷം എന്ത് വേണം, നമ്മൾ അപ്പുറത്തെ അടപ്പിൽ ആ സൈഡിൽ നമ്മളൊരു കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എന്തെന്നാ, പുളി ഇട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം വഴന്ന് വന്നതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. എന്നാലേ അതല്ലെങ്കിൽ ആ ചട്ടിയിലൊക്കെ അതങ്ങ് പിടിച്ച്, അല്ലെങ്കിൽ നമ്മൾ അതിനും വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം, അല്ലെങ്കിൽ കരിഞ്ഞൊക്കെ പോവും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, കുറച്ച് ആ വെള്ളവും ആ പുളിയും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. അതൊന്ന് നല്ലപോലെ തിളച്ചൊക്കെ വന്ന് ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. തേങ്ങാപ്പാൽ 2-ാം പാലും 1-ാം പാലും ഉണ്ട്. ഞാൻ അത് ഒരുമിച്ചങ്ങ് ചേർക്കുവാണ് കേട്ടോ. ഒരുമിച്ച് ചേർത്ത് അതും തിളച്ച് വന്നതിന് ശേഷമാണ് നമ്മൾ മീനിടാൻ പോകുന്നത്. അപ്പോഴേ എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴേ ഒരഭിപ്രായം പറയണേ. എല്ലാവരും ഒന്ന് അവസാനം വരെ കാണണം കേട്ടോ. എന്നെ ഫോളോ ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കാണുന്നവരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എന്താ, തേങ്ങാപ്പാൽ ഒഴിച്ചില്ലേ, പിന്നെ എന്താ അടുത്ത പരിപാടി, നമ്മുടെ മീൻ കുട്ടനെയൊക്കെ അതിലേക്ക് പെറുക്കിയിടുക. അവനവിടെ കിടന്ന് വേകട്ടെ. അധികം വേവെന്ന് പറഞ്ഞാൽ മീനെന്ന് പറഞ്ഞ സാധനത്തിന് അധികം വേവില്ല. നമ്മളതൊന്ന് വറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോൾ 2 ഉള്ളിയും കുറച്ച് വേപ്പിലയും കൂടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതങ്ങ് താളിച്ചെടുക്കുക. എന്നിട്ട് അങ്ങനെ അടച്ച് വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി, കഴിഞ്ഞു. അപ്പം ഞാൻ വീണ്ടും പറയുവാണേ, എൻ്റെ കൂടെ ഊണ് കഴിക്കാൻ വരുന്നുണ്ടെങ്കിൽ വാ. ഞാൻ എടപ്പള്ളിയിൽ താമസിക്കുന്നു. എൻ്റെ പേര് ലൈല ജോർജ്. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇതേ താളിക്ക് പോകണം ഞാൻ കേട്ടോ. ഞാൻ കടുകൊന്നും ഇടൂല കേട്ടോ മീൻ്റെ അകത്ത്. ചിലവർ കടുകിടും, കുഴപ്പമില്ല, കടുകൊക്കെ ഇട്ടാൽ നല്ലതാണ്, ഭംഗിയുണ്ടാവും. കടുക് നമ്മുടെ ആരോഗ്യത്തിനല്ല. പക്ഷേ എന്തോ മീനിനകത്ത് കടുകിട്ട് നമ്മൾ ശീലിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ചിലപ്പോൾ ഞാൻ കടുകും പൊട്ടിക്കാറുണ്ട് കേട്ടോ, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട്. അപ്പോൾ ഇത്രയുള്ള സംഭവം കഴിഞ്ഞു. നമുക്ക് ഊണ് കഴിക്കാം. എല്ലാവരും വയോ, ഊണ് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യം. ഇത്രയേ ഉള്ളൂ. എൻ്റെ കറി റെഡിയായി. ഞാൻ എന്തായാലും ഊണ് കഴിക്കാൻ തീരുമാനിച്ചു. ഇനി എനിക്ക് വെച്ച് താമസിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നലത്തെ സാമ്പാറുണ്ട്. ചോറ് കെട്ടാനായിട്ട് കുറച്ച് തോരൻ ഉണ്ടാക്കിയിട്ട്, എൻ്റെ മരുമോള് തോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അമരപ്പയർ. എൻ്റെ നോഹ ബേബി കാലത്ത് ഞാൻ മുട്ട വറുത്ത് കൊടുത്തായിരുന്നു. അത് മുഴുവനും കഴിച്ചില്ല. അതും എൻ്റെ പാത്രത്തിലുണ്ട്. ഞാനത് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങളെല്ലാവരെയും ഞാൻ ക്ഷണിക്കുവാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണം. ഓക്കെ, ബായ്.